വിരോധം തനിക്ക് ഇതുവരെ മാറിയിട്ടില്ലേ? എനിക്കാരോടും വിരോധമൊന്നുമില്ല വിഷ്ണുവേട്ട. എല്ലാവരും സ്നേഹിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ നൽകുന്ന സ്നേഹം എനിക്കാർക്കും തിരിച്ചു തരാൻ കഴിയില്ലെന്ന് മാത്രം. ശാലിനി, അന്ന് വീട് മാറാൻ കഴിയാതിരുന്ന എന്റെ സാഹചര്യം എനിക്കിത് മനസ്സിലാക്കാൻ കഴിയും. വിഷ്ണുവേട്ടൻ പറയാതെ തന്നെ. പിന്നെ എന്തിനാ എന്നിൽ നിന്ന് ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നേ? അങ്ങനെ വിഷ്ണുവേട്ടന് തോന്നുന്നുണ്ടോ? അതൊരു പക്ഷേ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് ഞാൻ അകന്നതുകൊണ്ടായിരിക്കും. എന്തൊക്കെയാടോ താൻ ഈ പറയുന്നേ? എന്റെ മനസ്സിൽ നിന്ന് താൻ അകലാനോ? അതിന് ഈ ജന്മത്തിൽ എനിക്ക് കഴിയോ? എടോ, ദേ നോക്ക്, ഇന്നിവിടെ അമ്മ ഈ ആഘോഷമൊക്കെ ഒരുക്കിയിരിക്കുന്നത് തന്നെ ഒരാളെ കണ്ടോണ്ട് മാത്രമാ. മനസ്സിലുണ്ടായിരുന്ന ഇഷ്ടം മുഴുവൻ അമ്മ എന്ന് തന്നെ അറിയിക്കുന്ന ദിവസം കൂടിയാ. പക്ഷെ ഇതെല്ലാം കണ്ടിട്ട് തനിക്ക് മാത്രം എന്തൊരു സന്തോഷമില്ലാത്ത? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, എന്തൊക്കെയോ പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്. എടോ, അതെന്താണെങ്കിലും എന്നോട് പറയാലോ. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാമല്ലോ. ഒന്നുമില്ല, വിഷ്ണുവേട്ടന് തോന്നുന്നതാ. ശരി, ഞാനിപ്പോ ഇത് വിശ്വസിക്കുക എന്റെ തോന്നലാണെന്ന്. പക്ഷെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ തന്നെ. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനി തന്റെ ഇഷ്ടം. വിഷ്ണു, വിഷ്ണു, ആ, വിഷ്ണു. വന്നേക്കണേ.